റാണ റാണ ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്, തീഹാർ ജയിലിലാണ്. അപ്പോൾ റാണ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഖുറാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ ഒരു മലയാള നടിയുമായി റാണയ്ക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? റാണയെ സംബന്ധിച്ചിടത്തോളം റാണ ഈ ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ റാണ ഒരുപാട് ആവശ്യങ്ങൾ ജയിലിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ഖുറാൻ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരത്തിൽ വളരെ നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിലാണ് നരേന്ദ്രമോദി, അമിത്ഷാ ടീം റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. സ്വാഭാവികമായും ആദ്യം തന്നെ പ്രകോപനപരമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് റാണ ചോദിക്കുന്നത്. ഖുറാൻ ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ തന്നെ ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റാണയ്ക്ക് നല്ല ബോധ്യമുണ്ടാവും. റാണ ഇന്ത്യൻ ജയിലിനെ വിശേഷിപ്പിച്ചത് ഇതിലും ഭേദം മരണമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ജയിലുകളെക്കുറിച്ച് റാണ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഇത് ഒഴിവാക്കാനുള്ള ഹർജിയുമായൊക്കെ റാണ മുന്നോട്ട് പോയത്, നിയമ നടപടികളാണ്. പക്ഷേ അതെല്ലാം തള്ളുകയായിരുന്നു. സ്വാഭാവികമായും പേന പേപ്പർ അടക്കം റാണ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ എഴുതാനാകാം, എന്തിനുള്ള പുറപ്പാട് എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റാണയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും. റാണ ഇപ്പോൾ ഈ മലയാള നടിയുമായി ബന്ധപ്പെട്ട റാണയുടെ പേര് കേൾക്കുന്നു. പക്ഷേ അതിലൊക്കെ ഉപരി റാണയ്ക്ക് കേരളത്തിൽ വേരുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. കാരണം റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചു, താജ് ഹോട്ടലിൽ അല്ലേ, താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചു. സ്വാഭാവികമായും റാണയ്ക്ക് കേരളത്തിൽ വേരുകളുണ്ടാവും. അത് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സംഭവം. കാരണം ഇത്തരത്തിൽ റാണയ്ക്ക് ഇവിടെ വേരുകളുണ്ടെങ്കിൽ ഇത് ഇനിയും പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പം കുറച്ച് നിശബ്ദമായി നിന്നാലും അത് ഏത് തരത്തിൽ രാജ്യത്തെ ബാധിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ റാണയെ സംബന്ധിച്ചിടത്തോളം റാണയെ നന്നായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അന്നത്തെ DGP ആയിരുന്ന ബെഹ്റ അടക്കം പറഞ്ഞിട്ടുണ്ട് റാണയ്ക്ക് കേരളത്തിൽ ബന്ധങ്ങളുണ്ട്, റാണയെ കൂടുതൽ ചോദ്യം ചെയ്യണം, റാണയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്, റാണ ഈ കേരളത്തിൽ എന്തിനു വന്നു, അല്ലെങ്കിൽ ആര് അയാൾക്ക് സഹായം നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഇത് ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് നിരവധി പ്ലാനിങ്ങുകൾ റാണയുടെ ഭാഗത്തു നിന്നുണ്ടായി. പല സ്ഥലങ്ങളും സന്ദർശിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനൊക്കെ ശേഷമാണ് അയാൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറാണ്, ഭയങ്കര ബ്രില്യൻ്റാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി റാണയ്ക്ക് ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പേരുമായി ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും, ഏതൊക്കെ പ്രദേശങ്ങളിലായിരിക്കും റാണയുടെ ബന്ധം എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ആ രീതിയിൽ പുരോഗമിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം. അതായത് ഇത്തരത്തിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കണം. റാണയ്ക്ക് ഒരുപാട് അസുഖങ്ങൾ റാണയെ അലട്ടുന്നുണ്ട്. ഈ ഒരുപാട് മറവി രോഗം, പാർക്കിൻസൺസ്, പിന്നെ അല്ലാതെ ആസ്മ പോലുള്ള ഒരുപാട് രോഗങ്ങൾ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തീഹാർ ജയിലിൽ ഒരു കല്ലറ പോലുള്ള സംവിധാനത്തിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അസുഖങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ഓർമ്മക്കുറവടക്കം ഉണ്ടെങ്കിൽ പിന്നീടൊന്നും റാണയിൽ നിന്ന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ റാണയെ സന്ദർശിച്ച ഒരുപാട് പേർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. 2006 മുതൽ ഇയാൾ ഈ വിവിധ സ്ഥലങ്ങൾ, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പ്ലാനിങ്ങുകൾ തയ്യാറാക്കി അവിടുത്തെ ഫോട്ടോഗ്രാഫുകളെല്ലാം ഈ ഹെഡ്ലിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യവസായ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് അത് തുടങ്ങാനെന്ന വ്യാജേന ഇന്ത്യയിലെത്തിയിട്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്ക് ചില മലയാളികളുമായി ബന്ധമുണ്ട്. അതിന്റെ ഇതിൽ ആലുവയിലുള്ള ഒരു മലയാളിയായ ഒരാളെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ ഒരു ആലുവക്കാരനായ മലയാളിയുമായി റാണ സംസാരിച്ചിരുന്നു, ചില പ്ലാനിങ്ങുകൾ തയ്യാറാക്കിയിരുന്നു. അതിന് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്താനാണോ, ആക്രമണം നടത്താനാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത തന്നിട്ടില്ല. മറ്റൊന്ന്, മലയാള സിനിമയിലെ ഒരു നടിയുമായി റാണയ്ക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റാണയെ കാണാൻ ഈ സ്ത്രീ പറയപ്പെടുന്ന നടി താജ് ഹോട്ടലിൽ വന്നിരുന്നു എന്നും ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഒരു ജഡ്ജിയുമായി ഇയാൾ ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാര്യമാണ്. ജഡ്ജിയുടെ കൂടുതൽ വിവരങ്ങളുണ്ട്, പക്ഷെ നമുക്കത് പുറത്തുവിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജഡ്ജിയുമായി സംസാരിച്ചത്. ഇനി ആ ജഡ്ജിയുടെ ഫോൺ നമ്പർ മറ്റാരെങ്കിലും ഉപയോഗിച്ചതാണോ,
അല്ലെങ്കിൽ ആ ജഡ്ജി തന്നെ ഇയാളോട് സംസാരിച്ചതാണോ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസാരിച്ചത്, എന്താണ് റാണയുമായി ജഡ്ജിക്കുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ആ ആളോടൊപ്പം തീവ്രവാദ ബന്ധമുള്ള, തീവ്രവാദം നടത്തുന്ന, ആസൂത്രണം ചെയ്യുന്ന ഒരാൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോ ഈ 2006 മുതൽ 2008 വരെ റാണ നടത്തിയ പ്രവർത്തനം, 2008 നവംബർ 26-നാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. അപ്പോൾ ഈ സമയം വരെ റാണ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും നിരോധിത സംഘടനയുമായി റാണയ്ക്ക് ബന്ധമുണ്ടോ? കേരളത്തിൽ വന്നത് കേരളത്തിൽ ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ഏതെങ്കിലും ആളുകളെ റിക്രൂട്ട് ചെയ്തതാണ്? കാരണം അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള 10 പേരെ റിക്രൂട്ട് ചെയ്താണ് അവിടെ ഭീകരപ്രവർത്തനം, മുംബൈയിൽ ഭീകരാക്രമണം നടത്തി. എന്നിട്ട് അവരുടെ കയ്യിൽ ചരടും കെട്ടി നെറ്റിയിൽ കുങ്കുമവും ചാർത്തി ഹിന്ദു തീവ്രവാദികളാണ് ഇന്ത്യയെ ആക്രമിച്ചത് എന്ന് നാളെ ലോകം വിളിച്ചു പറയാൻ വേണ്ടിയാണ് അത്തരം ഒരു കാര്യം ചെയ്തത്. അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP-യെ നിരോധിക്കണം, RSS-നെ നിരോധിക്കണം എന്നുള്ള കോൺഗ്രസിന്റെ വലിയൊരു എന്താ പറയുക ആരോപണം ശരിവെക്കുന്ന തട്ടിലേക്ക് ഒരുപക്ഷെ ആ കാര്യങ്ങൾ നീങ്ങിയേനെ എന്നുള്ളതാണ്. പക്ഷെ എന്തോ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നും റാണയാണെന്നും എഡ്ലിയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് തിരിച്ചറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇനി 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്യൽ. ആദ്യമൊക്കെ സഹകരിക്കുന്നില്ല എങ്കിലും പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് വന്നപ്പോൾ റാണയ്ക്ക് സംസാരിച്ച് ഈ അന്വേഷണ ഏജൻസികളുടെ, പോലീസ് അല്ലാത്ത അന്വേഷണ ഏജൻസികൾ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കില്ല. അവർക്കല്ലാതെ തന്ത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പോക്കിരി സിനിമയില് ഈ ഒരു വില്ലനെ ഉറങ്ങാതെ ഇരുത്തി, കുറെ നേരം ഉറക്കാതെ ഇരുത്തിയിട്ട് 1-2 ദിവസം ഉറങ്ങാൻ സമ്മതിക്കില്ല, 3 ദിവസത്തോളം ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം കടത്തിവിടുന്ന റൂമിലേക്ക് ഇവരെ കൊണ്ടിരുത്തും, വെള്ളം ചീറ്റി കൊടുക്കും, ഈ നല്ല ഫുഡും കൊടുത്ത് നല്ല AC റൂമും ഈ അമിതമായ വെളിച്ചമൊക്കെ ആകുമ്പോൾ ഇവർക്കങ്ങ് ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഒരു 3 ദിവസം വരെയൊക്കെ പിടിച്ചു നിൽക്കും. അത് കഴിയുമ്പോൾ ഇവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ സത്യം എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ പറയാം എന്ന തരത്തിലേക്ക് ഇവരങ്ങ് മാറിക്ക് പോകും. അപ്പൊ ആ തരത്തിലേക്കാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ. അല്ലാതെ ഈ പണ്ടത്തെ പോലെ നഖത്തിന്റെ ഇടയിൽ സൂചി കയറ്റുക, ഈക്കില് കയറ്റുക, അങ്ങനത്തെ പരിപാടിയൊന്നും അവർക്കില്ല. റാണയെ ഏത് വിധത്തിലാണ് ചോദ്യം ചെയ്തത്? ഒരു മിസ്റ്റീരിയൽ ഒരു ആള് കൂടി അതിൻ്റെ അകത്തുണ്ട്. അതായത് റാണ നിഷേധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ഒരു മാപ്പ് സാക്ഷി റാണയോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടി എന്നയുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. റാണ ഇതൊക്കെ നിഷേധിക്കുമ്പോൾ ഇയാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ സത്യമാണ് തെളിയിക്കുമ്പോൾ റാണയ്ക്ക് പിന്നെ അത് മാറ്റി പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായാലും ഖുറാൻ ചോദിച്ചു, പേന ചോദിച്ചു, പേപ്പർ ചോദിച്ചു. അപ്പൊ എന്തിനാണ് ഇതൊക്കെ ചോദിച്ചത് എന്നുള്ളത് മാത്രമല്ല, ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന പേന ഈ കയറ് ഫൈബറിന്റെ അങ്ങനെ എന്തോ, കാരണം അതിട്ട് കുത്തിയാൽ മുറിയുകയോ വേദന എടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഇയാൾക്ക് ആത്മഹത്യ ടെൻഡൻസി ഇയാൾ പ്രകടിപ്പിച്ചത് കൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മ പരിശോധന വരുത്തിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോ ഇനി റാണയുടെ വായിൽ നിന്ന് വരുന്നതിൽ കേരളത്തിലുള്ള എത്ര പേർക്ക് മുങ്ങേണ്ടി വരും എന്നുള്ളത് കാത്തിരുന്നതിനാണ്.